ബ്രിട്ടീഷുകാരുടെ വിരോധത്തിന്റെ പേരിൽ പഠിക്കൽ ഹറാമാണെന്ന് പോലും പ്രഖ്യാപിച്ച കാലഘട്ടത്തിൽ ഇംഗ്ലീഷില്, മലയാളത്തില്, ഉറുദുവില്, തമിഴില്, പാർസി ഭാഷകളിൽ ഇസ്ലാമിന്റെ പ്രബോധനം ഭംഗിയായിക്കൊണ്ട് ആവേശകരമായി ഒരു ഉജ്ജ്വല പ്രാസംഗികൻ എന്ന നിലയ്ക്ക് ഇസ്ലാമിക രംഗത്തെ ഉജ്ജ്വലിച്ച പ്രകാശിച്ച ഏറ്റവും വലിയ ധീരനായ നേതാവായിരുന്നു മഹാനായ കുട്ടി ഹസൻ ഹാജി. കുട്ടി ഹസൻ ഹാജിയെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിക സേവന രംഗത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര മാറ്റങ്ങളുണ്ടായി, എത്ര ചരിത്ര മഹാന്മാർ, ലോകം അറിയപ്പെടുന്ന വ്യക്തികൾ ഇസ്ലാമിലേക്ക് വന്നു, എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയുള്ള കുട്ടി ഹസൻ ഹാജി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ബ്രിട്ടീഷുകാര് നമ്മുടെ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ അന്ന് മദ്രസകൾ ഉണ്ടായിരുന്നില്ല. മതവിദ്യാഭ്യാസം തടഞ്ഞ കാലഘട്ടങ്ങളിൽ 951-52 കാലഘട്ടങ്ങളിൽ ഇവിടെ ഓത്തുപള്ളികൾ മദ്രസകളാക്കി മാറ്റിയ കാലഘട്ടത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ജമാലി ഷാ സുഹരി ഷാ പറഞ്ഞതുപോലെ അവിടെ കേരളത്തിലെ ഒന്നാമത്തെ മദ്രസയാണ് വടകരയിലെ ബുസ്താനിലോ, രണ്ടാമത്തെ മദ്രസയാണ് ഇവിടെ മഹാനായ ഐറോസ് മുസ്ലിയാരുടെ നാടായ തിരൂരിനടുത്ത സ്ഥലം എനിക്ക് മറന്നിട്ടുണ്ട്. അവിടെ മൂന്നാമത്തെ മദ്രസയാണ് പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ സ്വന്തം ചെലവിൽ വാങ്ങി വഖഫാക്കി സ്ഥാപിച്ച മദ്രസത്തുൽ ബനാത്ത്. ആ കാലഘട്ടത്തിലാണ് ഇവിടെ സമസ്തയുടെ ഇടമാക്കന്മാർ കൂടി സമ്മേളിച്ചുകൊണ്ട് സമസ്തയുടെ ഒന്നാമത്തെ മദ്രസ ഉദ്ഘാടനത്തിന് വേണ്ടി ആന്ധ്രയിലെ ഔലിയാക്കന്മാരുടെ ഈറ്റില്ലമായ ഹൈദരാബാദിലുള്ള റസൂലുള്ളാഹി മുതൽക്ക് ഇങ്ങോട്ട് ഗൗസുൽ ആസമിന്റെ പരമ്പരയിൽ കൂടി വന്ന ആരിഫീങ്ങളുടെ മശായിഖന്മാരുടെ ശൃംഖലകളിൽ സിൽസിലകളിൽ മിന്നിത്തിളങ്ങുന്ന പ്രകാശ ഗോപുരമായി ശോഭിച്ച മഹാനായ ശൈഖുനായ ഇവിടെ കൊണ്ടുവരുന്നത് ആര്? നാം ഓർക്കുന്ന മഹാനായ കുട്ടി ഹസൻ ഹാജിയെ. കുട്ടി ഹസൻ സമസ്തയുടെ പ്രവർത്തന ഘട്ടങ്ങൾ, സമസ്തയുടെ ചരിത്രങ്ങളെ പറയുമ്പോൾ കുട്ടി ഹസൻ ഹാജിയുടെ പേര് പറയാതെ ആ ചരിത്രം അവസാനിക്കുന്നില്ല. കുട്ടി ഹസൻ ഹാജിയുടെ അവസാനങ്ങൾ വായിച്ചലാണല്ലോ നമ്മുടെ അനുസ്മരണത്തിന്റെ ഉദ്ദേശം. മഹാനായ കുട്ടി ഹസൻ ഹാജിയുടെ ചരിത്രം വായിച്ചുകൊണ്ട് ഇവിടെയുള്ള വിദ്യാഭ്യാസ രംഗം ഒരിക്കലും പൂർത്തിയാവുകയില്ല. ഞാൻ ഓർക്കുന്നു മഹാനായ കുട്ടി ഹസൻ ഹാജി 1953-54 കാലഘട്ടങ്ങളിൽ തിരൂരിലെ നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസ പ്രസിദ്ധമായ മദ്രസയാണ്, സമസ്തയുടെ പ്രസിദ്ധമായ മദ്രസയാണ് നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസ. ആ മദ്രസ തുടങ്ങി കേരളത്തിൽ ആയിരക്കണക്കായ മദ്രസ സ്ഥാപിക്കാൻ ഗ്രാമാന്തരങ്ങൾ വായെന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യം പോലും വകവെക്കാതെ ഈ ദീനിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ആ കൂട്ടത്തില് ഞാൻ ഓർക്കുന്നു തിരൂരിലെ നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി മഹാനവറുകൾ ധനശേഖരണാർത്ഥം എന്ന് വയന്ന് പറയുമ്പോൾ ഒരു കോഴി സംഭാവനയായി കിട്ടിയൊരു കോഴി, പൂവൻ കോഴി. ആ കുട്ടി ഹസൻ ഹാജി ആ പൂവൻ കോഴിയെ അത് കയ്യിൽ പിടിച്ചു. നമുക്കൊരു 10-14 വയസ്സ് പ്രായമാണ്, ഓർമ്മയുണ്ട്. ഞാൻ കൂട്ടായിൽ നിന്നും അന്ന് തിരുവല്ലയിലേക്ക് വാഴ്ന്നു കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് കൈമനശ്ശേരി ജമാഅത്ത് പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം. ചെറു പ്രായമാണ്. ഒരു കോഴിയെ കുട്ടി ഹസൻ ഹാജി അവിടെ സംഭാവന കിട്ടിയ കോഴിയെ കയ്യിൽ പിടിച്ചു. കോഴിയുടെ ശബ്ദങ്ങളെ ഞാനിന്ന് കേൾക്കുന്നു, മൈക്കിൽ കൂടി കേട്ട ആ ശബ്ദം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കോഴിയുടെ ശബ്ദങ്ങള് കുട്ടി ഹസൻ ഹാജി ആ കോഴി ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതിനെ അർശ് മുതൽക്ക് ഉറുശ് വരെ അടി വരെ സർവ്വ അഫ്ദലുകളും ഫളീലത്തുകളും എല്ലാ പോരിശുകളും പറഞ്ഞുകൊണ്ട് ആ കോഴിയാണ് പിടിച്ചു കുട്ടി ഹസൻ ഹാജി. ഇത് ആദ്യമായി കോഴിക്ക് ഞാൻ വിരയുന്നു കുട്ടി ഹസൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഹസൻ ഹാജി തന്റെ പച്ച അരപ്പട്ടയിലെ കൈ നീട്ടി എന്തോ അരപ്പട്ടയിൽ വെളുത്തു. ഇതാ കുട്ടി ഹസൻ ഇതാ ആദ്യമായി വില പറയുന്നു പറഞ്ഞുകൊണ്ട് കോഴിക്ക് വില പറഞ്ഞു. ₹1. അന്ന് ₹1 വെച്ചതാണ്. അങ്ങനെ പറഞ്ഞു തിരൂരിലെ നമ്പർ 2 ഹസൈനാജി നമ്പർക്കതു ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടവരിൽ എഴുതിച്ചോട്ടെ, തിരൂരിൽ വന്നിട്ട് പോയിട്ട് അന്വേഷിച്ചോട്ടെ. അദ്ദേഹം ₹1,00,000 അന്ന്, ഇന്നത്തെ ₹1,00,00,000 ₹1,00,000 കോഴി മഹാനവറുകൾ ലേലം ചെയ്തെടുത്തു. ഇന്ന് കാണുന്ന സമസ്തയുടെ എല്ലാ ആധികാരിക സമ്മേളനങ്ങൾ നടക്കാൻ കാരണമാക്കിയ തിരൂരിന്റെ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ തലവൊക്കി നിൽക്കുന്ന നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസ അറിയുന്നവർ നിഷേധിക്കുന്നവർ ഇവിടെ ഉണ്ട്. വരട്ടെ, കുട്ടി ഹസൻ ഹാജിയുടെ ധീരമായ സേവന ചരിത്രമാണ് തിരൂരിലെ നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസയുടെ പിന്നിലുള്ളത്. എന്നിട്ട് ആളുകൾ ഇന്ന് ആരുണ്ട്? എന്റെ നാടിനെ പറ്റി ഓർക്കാം. മഹാനായ കുട്ടി ഹസൻ ഹാജി
കൂട്ടായില് ഒരു പള്ളിയും പള്ളിക്കുളവും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ന് ലക്ഷങ്ങൾ വേണം ആ പള്ളിക്കുളം. എന്റെ വീട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കോട്ടപ്പുറം സാദാത്യങ്ങൾ ശിലാസ്ഥാപനം ചെയ്ത ഹൈദറോസിയ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഒരു പള്ളിക്കുളമുണ്ട്. കൂട്ടായിക്കാൻ ഇവിടെയുണ്ട്, ഇരിക്കുന്നുണ്ട് CK ഖലീഫ. ആ പള്ളിക്കുള നിർമ്മാണത്തിന് വേണ്ടി കുട്ടിയാസനാജിയെ എന്റെ വന്ദനായ പിതാവ് ക്ഷണിച്ചു കൊണ്ടുവന്നു. എന്റെ ഉപ്പയുമായി വളരെയധികം വ്യക്തിപരമായി ബന്ധമുള്ള ഉപ്പയുടെ ഒരു സുഹൃത്തായിരുന്നു മഹാനായ കുട്ടിയാസനാജി. കുട്ടിയാസനാജിയെ ക്ഷണിച്ചു കൊണ്ടുവന്നു. നോട്ടീസ് എല്ലാം പറഞ്ഞ്, അന്നത്തെ നോട്ടീസ് ഇന്നും എന്റെ വീട്ടിലുണ്ട്. നോട്ടീസിന്റെ താഴെ എഴുതിയിട്ടുണ്ട് MP. ഇന്ന് MP യോഗത്തിൽ ഉച്ചഭാഷണിയും ഉണ്ടായിരിക്കുന്നതാണ്. യോഗത്തിൽ മൈക്കുണ്ടാവുന്നു. അന്നത്തെ യോഗത്തിൽ മൈക്കുണ്ടാവില്ലല്ലോ, ഉച്ചഭാഷണിയും. ആ നോട്ടീസ് ഒന്നും നമ്മുടെ വീട്ടിലുണ്ട്. കുട്ടിയാസനാജിയുടെ പേരുള്ള നോട്ടീസ്. കുട്ടിയാസനാജിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന കുട്ടിയാസനാജി എല്ലാവർക്കും അറിയാലോ. ഗംഭീരമായ ദുആ, ഗംഭീരമായ വഅദ് എല്ലാം ഉണ്ട് കുട്ടിയാസനാജിന്റെ പരിപാടിക്ക്. കുട്ടിയാസനാജി 9 മണിക്ക് വയറ് തുടങ്ങണം. കുട്ടിയാസനാജി എത്തിയില്ല. 9:30 എത്തിയില്ല. കാരണം അന്ന് ബോട്ട് സർവീസാണ്. തിരൂരിൽ നിന്നും വഞ്ചിയിൽ കൂടി വരണം. അന്ന് വാഹനങ്ങളില്ല. തിരൂരിൽ ബസ് സർവീസ്, കൂട്ടായിൽ ബസ് സർവീസ് ഇല്ല, പാലൊന്നും ഉണ്ടായിട്ടില്ല കാലഘട്ടം. തിരൂരിൽ നിന്നും പെണ്ണാലിൽ നിന്നും വഞ്ചിയോ ബോട്ടോ ആണ് പ്രധാന വാഹനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടിയാസനാജി പെട്ടെന്ന് കൂട്ടായിക്കടവ് അവിടെ വന്ന് ഇറങ്ങിയത്. കൂട്ടായിക്കടവത്ത് വഞ്ചടിപ്പിച്ചു ഇറങ്ങി. ഉടനെ മൈക്കിൽ വിളിച്ചു പറഞ്ഞ് കുട്ടിയാസനാജി എത്തിയിരിക്കുന്നു. പിരിഞ്ഞു പോയവരെല്ലാം വീണ്ടും സമ്മേളിച്ചു. കുട്ടിയാസനാജി അവിടെ വന്നു. നമ്മുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചോടെ കിടന്ന് കുറച്ചു നേരം. എല്ലെങ്കിലും നേരം വൈകിക്കണേ. കുട്ടിയാസനാജി ഭക്ഷണം കഴിച്ച് നമ്മുടെ വീട്ടിൽ ലേശം വിശ്രമിച്ചു. കാതേരെ നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുട്ടിയാസനാജി പെട്ടെന്ന് എഴുന്നേറ്റ്, കാതേരെ വീട്ടുകാരുടെ ഒന്നും പറഞ്ഞാളി, കുട്ടിയാസന്റെ മയ്യത്ത് കൊണ്ടുപോയി. അങ്ങനെ പറഞ്ഞേ, ഞാൻ കേൾക്കണ്ടേ, കുട്ടിയാസന്റെ മയ്യത്ത് ഇറക്കണ പെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുട്ടിയാസനാജി എല്ലാവരും എതിരേറ്റ് ബെയ്ത്ത് ചൊല്ലിക്കൊണ്ട് ബാദിന്റെ ആ സദസ്സിലേക്ക് കൊണ്ടുപോയത്. ഞാൻ കാണുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ബാദാണ് തുടങ്ങി. ബാദ് തുടങ്ങിയപ്പോഴേ, തുടങ്ങുന്നതിന് മുമ്പ് സദസ്സിലുള്ള എല്ലാവരോടും, ദൂരത്തിരിക്കുന്ന എല്ലാവരോടും കുട്ടിയാസനാജി പറഞ്ഞു, ദൂരത്തിരിക്കുന്നവരെല്ലാം സ്റ്റേജിന്റെ അടുത്തേക്ക് ഇരിക്കണം. നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് പറയുന്നത്. കുട്ടിയാസനാജിയാണ് പറയുന്നത്, സലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് അടുക്കണം. ദൂരത്തുള്ള കടപ്പുറം സ്ഥലമാണല്ലോ, വിശാലമായ മൈതാനാണല്ലോ. അന്ന് എല്ലാവരും സലാത്ത് ചൊല്ലിക്കൊണ്ട് സ്റ്റേജിലേക്ക് അടുത്തപ്പോഴേ ഉടനെ കുട്ടിയാസനാജി പറഞ്ഞു, ഇപ്പോഴ് നിങ്ങളെല്ലാം മഅദിനത്തുർ റഹ്മത്തായ റസൂലുള്ളാഹിന്റെ പേരിൽ ഇൽമിന്റെ മജ്ലിസായ സ്വർഗ്ഗ പൂങ്കാവനത്തിലേക്ക് അങ്ങോട്ടെടുത്തപ്പോൾ അഗാധമായ ആത്തിരമുന്ന ഈ കടലിന്റെ വിദൂരതയിലുള്ള മത്സ്യങ്ങളെല്ലാം ഇതാ കരയിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു സന്തോഷ വാർത്ത പറഞ്ഞു. കരയിലേക്ക് അടുത്തിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത കുട്ടിയാസനാജി പറഞ്ഞു. ആരിഫീങ്ങളെ നാവ് കൊടുക്കൊണ്ട് പറയിപ്പിക്കുകയാണല്ലോ പറഞ്ഞു. ഖാദിയരെ ഉപ്പാനോട് ചോദിച്ചു, എന്താണ് നമ്മുടെ ലക്ഷ്യം? ഇപ്പൊ സ്റ്റേജിൽ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. എന്താണ് ലക്ഷ്യം? നമുക്ക് ആ പള്ളിയുടെ ബാക്കിയുള്ള പൂർത്തീകരണവും ഒരു വലിയൊരു പള്ളിക്കുളം ഉണ്ടാക്കണം. പള്ളിക്കുളം ഇന്ന് പള്ളിക്കുളം ഉണ്ട്, ഇത് കാണാൻ കൂട്ടായി വന്നാല് അതാ ലക്ഷ്യം. പള്ളിക്കുളം തുടങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. കുട്ടിയാസന്റെ വകന്ന് വേണം. അത് പിന്നെ ചോദ്യം കാതേരോട്, അത് ആയിക്കോട്ടെ. എത്ര ചാക്ക് സിമെന്റ് വേണം, എത്ര കല്ല് വേണം, എത്ര കോരിക്കാർ വേണം, ഇതാണ് പിന്നെ ഉപ്പാനോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. ചുരുക്കി പറയുകയാണ്, കുട്ടിയാസനാജി ആ പള്ളി പുനരുദ്ധാനത്തിനും ആ കുളത്തിനും ലക്ഷക്കണക്കായ ജനങ്ങളെ, സാധുക്കളായ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളായ അവരുടെ മുമ്പിൽ അങ്ങോട്ട് ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന അപാരമായ സമുദ്രത്തിന്റെ തിരമാലകളെ ചാട്ടിയെടുത്തിക്കൊണ്ട് വാഗ്ദത്തം ചെയ്യിപ്പിച്ചു കുട്ടിയാസനാജി. ആരിഫീങ്ങളെ നാവിന്റെ പവർ നോക്കണം, ആരിഫീങ്ങളെ ശബ്ദത്തിന്റെ പവർ നോക്കണം. അതിലെല്ലാ ഫണ്ടും ഉണ്ടാക്കിയെന്ന് അത്ഭുതകരമെന്ന് പറയട്ടെ. നേരം പുലർന്ന് എല്ലാവരും കടലമയുമായി മനിടാൻ കടലിലേക്ക് അവർക്കുള്ള തോണികളും വലകളും ഇറക്കി. അള്ളാഹുവിന്റെ തൗഫീഖോട് ബർക്കത്തോടുകൂടി അത് ലക്ഷക്കണക്കായ രൂപയുടെ സംവിധാനങ്ങൾ കടലിൽ സ്വീകരിച്ചുകൊണ്ടാണ് അവർ കരക്കണഞ്ഞത്. ആരിഫീങ്ങളെ നാവിന്റെ പവറാണത്. നൂറുൽ മശായിഖിന്റെ പവറാണ്. നൂറുൽ
സംവിധായകന്റെ ഖലീഫയിൽ കൂടി ഇങ്ങോട്ട് കാണിച്ചത്. സംശയമില്ലത്. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു, വാഗ്ദാനങ്ങളെല്ലാം കിട്ടി. ഇന്നും കുട്ടായില് കുട്ടിയാസ്നാജിയെ സ്മരിക്കുമാറ് ശരിക്കും നിൽക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ദിവസേന കുളിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിക്കളവും ഐറസിയ പള്ളിയും അതിന് സാക്ഷിയാണ്. ഇതിനേക്കാളും വലിയൊരു അമല്, ഒരു സാര അമല് കുട്ടിയാസ്നാജിക്ക് ശേഷം സ്മരിക്കാൻ പിന്നെ എന്തിനു വേണം? ഇതിനേക്കാളും വലിയത് അതവിടെ ഇരിക്കട്ടെ. മറ്റൊരു സമയം ഹിദായത്ത് സുബിയാൻ മദ്രസ സമർച്ച 23-ാം നമ്പർ മദ്രസയാണ് കുട്ടായിലെ ഹിദായത്ത് സുബിയാൻ മദ്രസ. അത് പൊളിഞ്ഞ് തരിപ്പണമായപ്പോൾ താൻ വഫാത്താവുന്നതിന്റെ 2 കൊല്ലം മുമ്പാണ് അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി ലക്ഷക്കണക്കായ ഉറുപ്പിക പിരിച്ച് അതെല്ലാം പിരിച്ച് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ ഓർക്കുന്നു. മഹാനായ പൂക്കോയത്തങ്ങളിപ്പാപ്പുള്ള കാലഘട്ടമാണ്. എനിക്ക് കൊല്ലം ഓർമ്മ വരുന്നില്ല. പൂക്കോയത്തങ്ങളിപ്പാപ്പയാണ് അധ്യക്ഷന്, പാണക്കാട് പൂക്കോയത്തങ്ങളിപ്പാപ്പ. മഹാനായ ആലുവ മുസ്ലിയാരെ ഞാൻ പോയി ക്ഷണിച്ചു. എല്ലാവരും പറഞ്ഞു വരൂലാത്, ആലുവായ മുസ്ലിയാർ വരൂല, വെറുതാണ് വരൂലാത്. എന്താവട്ടെ, മഹാനായ കുട്ടിയാസനാജിയും ആ യോഗത്തിന് ക്ഷണിച്ചു. യോഗം നടന്നുകൊണ്ട് യോഗത്തിന് എല്ലാവരും വന്നു. ആലുവ മുസ്ലിയാർ നേരത്തെ എത്തി തന്റെ മകന്റെ കൂടെ ആലുവായിൽ നിന്നും അവിടെ കുട്ടായിലെത്തി. അങ്ങനെ കൊണ്ടുവരലാണല്ലോ, എത്തരല്ലോ അദ്ദേഹത്തെ കൊണ്ടുവരല. അദ്ദേഹം സ്റ്റേജിൽ കയറി. അപ്പോൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ പാപ്പ എത്തിയിട്ടില്ല. മുമ്പ് വന്ന ഉടനെ തന്നെ ഓടാനും ചാടാനും അങ്ങോട്ട് ഇറങ്ങാനും നിൽക്കുകയാണ്. പൂക്കോയത്തങ്ങൾ പാപ്പ വരുന്നുണ്ട്, ഇവിടെ അടുത്തെത്തിയിരിക്കുന്നു എന്ന പേര് പറഞ്ഞാൽ ആ ഹർക്കത്ത് നിന്ന് ചലനം നിന്ന് സമാധാനായി. പൂക്കോയത്തങ്ങൾ പാപ്പാന്റെ പേര് പറഞ്ഞാൽ ആലുവായ ഷേഖുന, ആലുവായ പാപ്പ സമാധാനായി പുഞ്ചിരിക്കും. പൂക്കോയത്തങ്ങൾ പാപ്പ ആണ് വന്നു സ്റ്റേജിലേക്കാണ്ട് കയറിയപ്പോൾ രണ്ടുപേരും സന്തോഷപൂർവ്വം ആലിംഗനം ചെയ്ത് 2 ഭാഗത്തിലെത്തി. അപ്പോഴേക്കും ആളുകൾ ഭയങ്കരമായ സദസ്സാണ്. പൂക്കോയത്തങ്ങൾ പാപം ആലുവായി അബൂബക്കർ മുസ്ലിയാരാണല്ലോ സ്റ്റേജിലേക്ക് ഉള്ളത്. കുട്ടിയാസനാജി അടുത്തുണ്ട്. കുട്ടിയാസനാജി എഴുന്നേറ്റുകൊണ്ട് ഒരു തീപ്പൊരി പ്രസംഗം ചെയ്തു. ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. സ്റ്റേജിലേക്ക് ആളുകൾ ഇവരെ കൈവച്ച് പിടിച്ച് മൊത്താൻ വേണ്ടി വന്നപ്പോൾ സ്റ്റേജ് പൊളിഞ്ഞു പോകുമോ എന്ന് ഭയന്നു. കുട്ടിയാസനാജി ഒരു തീപ്പൊരി പ്രസംഗം ചെയ്തു. ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ വായിൽ നിന്നും വീണ വെറ്റിലടക്കയുടെ അവശിഷ്ടങ്ങളെല്ലാം മഹാനായ കുട്ടിയാസനാജി തുടച്ച് സ്റ്റേജിലും തൊളിച്ചെടുത്ത് തന്റെ ഉറുമാവിൽ ചുറ്റി മൊത്തി കീസിൽ വെച്ചു. ഞാൻ ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, അതിന്റെ ഗുണങ്ങളൊന്നും. മഹാനായ കുട്ടിയാസനാജി അവിടെ വെച്ചുകൊണ്ട് മഹാനായ ആലുവായ കുറിച്ചിലേക്ക് ആ മൈക്കൊന്ന് അത് വായിലേക്ക് വെച്ചു കൊടുത്തു. പ്രസംഗിക്കൂലല്ലോ, എവിടെയും പ്രസംഗിച്ചിട്ടില്ല, എവിടെയും അറിഞ്ഞിട്ടില്ല. അത്ഭുതകരമാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹുവേ നിന്റെ റഹ്മത്തും നിന്റെ കരുണയും ഇവിടെ ഇറക്കാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ആ വാക്കാണ് പറഞ്ഞേ, ഞാൻ അപേക്ഷിക്കുന്നു. ഉടനെ ഇറങ്ങി. പിന്നെ പറഞ്ഞിട്ടില്ല, പോയി. കുട്ടിയാസനാജി ഒരു പ്രസംഗം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അനുഭവം. ആ മദ്രസയുടെ ഉദ്ഘാടനമാണെങ്കിലും അതിന് ഭീമമായ സംഖ്യ കടപ്പെട്ടപ്പോൾ പൂക്കോയത്തങ്ങളിപ്പാപ്പാന്റെ പ്രാരംഭ പ്രസംഗത്തിന് ശേഷം കുട്ടിയാസനാജി ചെയ്ത ഭക്തി നിർഭരമായ ഒരു ദുആ, മശായിഖന്മാരുടെ സിൽസിലകൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് ഒരു ദുആ, ആ കടങ്ങൾ വീട്ടാൻ മുഴുവൻ സാധിച്ചത് കുട്ടിയാസനാജിയുടെ സാന്നിധ്യമായിരുന്നു. ഞാനിങ്ങനെല്ലാം പറയുമ്പോൾ മഹാനായ കുട്ടിയാസനാജി കേരളത്തിലെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചെയ്ത അതിന്റെ വളർച്ചയ്ക്ക് ചെയ്ത ത്യാഗമാണ് വാസ്തവത്തിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുട്ടിയാസനാജിയുടെ അവദാനങ്ങൾ വായിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കക്കാട് സമ്മേളനത്തില് കക്കാട്ടെ ആ സമസ്ത കേരള സുന്നി യുവജന സംഘം സ്ഥാപിച്ച ആ കൊല്ലം അതിന്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്ന കുട്ടിയാസനാജി അന്നത്തെ കക്കാട് സമ്മേളനത്തിലെ പടവണ്ണായ ബഷീർ അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പക്കാരനായ സഹപ്രവർത്തകനായിരുന്നു. പടവണ്ണ മജിമുസ്ലിയാരുടെ മകൻ ബഷീർ അഹമ്മദ് മൊഹീദ്ദീൻ ഇന്ന് അസ്ഹരി ആയിരുന്ന മർക്കദ് മരിച്ചുപോയി. അന്ന് കുട്ടിയാസനാജി വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. ഞങ്ങളെല്ലാം എല്ലാ മീറ്റിംഗിനും പോകും. അദ്ദേഹം തന്നെ സൂട്ടും കോട്ടെല്ലാം ധരിച്ചുകൊണ്ട് കുട്ടിയാസനാജി ചെയ്ത ആ മാർച്ചിന് ആ വളണ്ടിയേഴ്സിന് ചെയ്ത അദ്ദേഹം മുന്നിൽ നിന്ന് കാണിച്ചു കൊടുത്ത അതിന്റെ ഇഷാർത്തുകളെ ആംഗ്യങ്ങളെ ഒരു ഒരു പട്ടാളക്കാരന്റെ ആകൃതിയില് ആവേശത്തില് താൻ നിയന്ത്രിച്ച
ആ വളണ്ടിയേഴ്സിന്റെ നീക്കം ഇന്നും കണ്ണിൽ പതിയുകയാണ്. ധീരമായിക്കൊണ്ട് സമസ്തയിലെ ഉലമാക്കന്മാർക്ക്, നേതാക്കൾക്ക് മാതൃകാപരമായി എല്ലാ നിലയിലും എല്ലാ തുറകളിലും ശരിക്കും ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടക്കം കാണിച്ചു കൊടുത്ത മഹാനായ ഒരു വ്യക്തിയായിരുന്നു മഹാനായ കുട്ടിയാസൻ ഹാജി നബറുല്ലാഹു മർകദഹു. എനിക്ക് കൽബുമായി വളരെയധികം ബന്ധമുണ്ട് മഹാനുമായിട്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ അവിടുന്ന് ഇവിടുന്ന് ഞാൻ പറയുന്നത്. അവസാനമായി കോട്ടക്കല് വഫാത്തിന്റെ മുമ്പ് സുഖങ്ങളായിക്കൊണ്ട് കോട്ടക്കല് ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ആ റൂമില് ഹിന്ദുക്കളുണ്ട്, എല്ലാവരുള്ള ഒരു പൊതു ഹാളാണ് കോട്ടക്കല്. അവിടെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവിശ്വാസികൾക്ക്, അടുത്ത ബെഡിൽ കിടക്കുന്ന ആളുകൾക്ക് താൻ താരീം എടുക്കുകയാണ്. കുമാരനിക്കും ഭാസ്കരനിക്കുമല്ല താരീം കേട്ടുകൊണ്ടാണ് ഞാൻ ആ റൂമിലേക്ക് ചെന്നത്. ബഹുമാനപ്പെട്ടവരോട് എന്തൊരു ആനന്ദം, എന്തൊരു ബഹുമാനം. ഞാൻ എൻ്റെ ഖാദിസ്ഥാനത്തേക്ക് വന്ന പ്രാരംഭഘട്ടമാണ്, ഖാദിസ്ഥാനം ഏറ്റെടുത്ത് വന്ന പ്രാരംഭഘട്ടമാണ്. ഞാൻ കുറെ വിഷമങ്ങൾ പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണല്ലോ ഉസ്താദേ തലയിലുള്ളത്, വളരെയധികം വിഷമങ്ങളുണ്ട്. ചെറിയ ചുമടല്ലല്ലോ ഞാൻ ഏറ്റിട്ടുള്ളത്. എന്നോട് പറഞ്ഞു ഖാദി എന്നോട് പറഞ്ഞു, കൊച്ചു മോനെ എന്നാ വിളിക്കുള്ളൂ എപ്പോഴും, മോനെ ക്ഷമിക്ക്, നിന്നിൽ കൂടി വരുന്ന കുറച്ച് വെള്ളം കുടിക്കാൻ കുറച്ച് പാറ്റകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, നമ്മുടെ പുരയിൽ പുട്ടുണ്ടാക്കലില്ലേ, പുട്ട് അടുക്കടുക്ക് പുട്ട്, തേങ്ങ, അരി, ഇങ്ങനല്ലേ, അത് ആവിക്ക് പോകുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് വെള്ളങ്ങൾ അതിന്റെ കുറ്റിയിലേക്ക്, പാത്രത്തിലേക്ക് വരാറുണ്ട്. വന്നോട്ടെ മോനെ, അത് കുടിക്കേണ്ടവർ കുടിക്കട്ടെ. പുതിയ ചെരുപ്പ്, രണ്ടാമത് പറഞ്ഞത് പുതിയ ചെരുപ്പാണ് മോനിട്ടത്. പുതിയ ചെരുപ്പിട്ടാൽ കാല് പൊട്ടും, പിന്നെ താഴ്മ വരും, അത് ഉണങ്ങിപ്പോവും, പിന്നെ കാല് പൊട്ടൂല. ഈ രണ്ട് കാര്യങ്ങളാണ്. ക്ഷമിച്ച മോനെ, എന്നോട് പറഞ്ഞത് ക്ഷമിച്ച മോനെ. ഇങ്ങനെ രണ്ട് ഉപദേശങ്ങള്, ഹൃദയ സമാധാനത്തിന് നൽകിയ രണ്ട് ഉപദേശങ്ങള്. പിന്നെ കേട്ടത് മഹാനവറുകള് നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയി, വഫാത്തായി പോയി. കാണുവാൻ ആഗ്രഹമുണ്ടായി, ജനാസ കാണാൻ, മയ്യത്തെടുക്കണം, ആ മയ്യത്തിന്റെ കൂടെ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ജനാസയെ അനുഗമിക്കാൻ സാധിച്ചില്ല. മാഹിയിലേക്ക് ജനാസ കൊണ്ടുപോകുന്ന വിവരം കേട്ടു. ഞാൻ കൂട്ടായിരുന്നു മാഹിയിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് കാണാം, മാഹി ജമാഅത്ത് പള്ളിയിലേക്ക് ചെല്ലുമ്പോഴേക്കും മാഹി ജമാഅത്ത് പള്ളിയുടെ വടക്ക് മുമ്പാകത്ത് തന്റെ ജനാസ ഖബറിനുള്ളിലേക്ക് വെച്ചു കഴിഞ്ഞു. ആ സമയത്താണ് ഈ വിനീതൻ അവിടെ എത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖ് ജീവിതം അല്ലാഹു സ്വർഗീയമായി കൊടുക്കട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ സഹോദരന്മാരെ കൂടുതലൊന്നും പറയുന്നില്ല. മഹാന്മാരായ പല ആളുകളും തന്റെ അവതാരങ്ങൾ വായിത്താൻ ഇവിടെ തയ്യാറുണ്ട്. നമ്മുടെ അനുസ്മരണ സമ്മേളനം തന്നെ ഈ ഷഅബാൻ മാസത്തിലാണ്, അനുഗ്രഹീതമായ മാസത്തിലാണ്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ പലവിധ കാര്യങ്ങളും മഹാന്മാരിൽ നിന്നും കേട്ട് കഴിഞ്ഞു. അനുഗ്രഹീതമായ മാസം റജബ്, ഷഅബാൻ, റമദാൻ, സന്തോഷങ്ങൾ അല്ലേ. ഷാഫി ഇമാം പറഞ്ഞതുപോലെ റജബ് മാസം വിത്തറക്കാനുള്ള മാസമാണ്. റജബ് മാസേ വിത്തറക്കല് റജബിലാണ്. ഷഅബാൻ മാസത്തിലെ വളം ചേർക്കണം. റമദാൻ മാസത്തിലെ അതിന്റെ കായ്കനികൾ കൊയ്തെടുത്ത് ആസ്വദിക്കണം. ഒന്ന് വളമിറക്കേണ്ട മാസമാണ്. വിത്ത് നമ്മൾ ഇറക്കി കഴിഞ്ഞു റജബില്, വളർക്കുകയാണ് ഷഅബാനില്. റമദാനിൽ നമ്മൾ അതിനെ ആസ്വദിക്കണം, അതിന്റെ ഫലം കൊയ്തെടുക്കണം, മുറിച്ചെടുക്കണം. റജബ് മാസം ഷഅബാൻ മാസവും ബർക്കത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന റമദാനിനെ ഭംഗിയായി സ്വീകരിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുട്ടിയാസൻ ഹാജി തുടങ്ങിയ സിൽസില നൂരിയിൽ അമരക്കാരനായിരുന്ന പല സൂഫിയാക്കളും